നമസ്കാരം. കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്ത് ബാർക്കോഴ എന്ന് പറയപ്പെടുന്നത്, ഒപ്പം തന്നെ സ്ത്രീ പീഡനം എന്ന് പറയപ്പെടുന്നത്, അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ കടന്നുകയറ്റം രാഷ്ട്രീയത്തിൽ എന്ന് പറയപ്പെടുന്നതൊക്കെ വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സ്ത്രീകൾ രണ്ട് സർക്കാരുകളെ മറിച്ചിട്ട കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സരിതയും സ്വപ്നയും ഒക്കെ കൂടെ ചേർന്ന് ഒരു സരിത ഉമ്മൻചാണ്ടി സർക്കാരിനെയും സ്വപ്ന പിണറായി സർക്കാരിനെയും പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KM മാണിയെ രാജിവെപ്പിക്കുന്നതിൽ വരെ എത്തിച്ചു കഴിഞ്ഞ ഒരു ബാർക്കോഴ സംവിധാനം അതേ അളവിൽ അതേ തൂക്കത്തിൽ ഇതാ പിണറായി സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. അതുപോലൊരു ബാർക്കോഴ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബാർക്കോഴ വിവാദത്തിൽ സിസിലിയ ബിനോയ് എന്ന ബാർ മുതലാളിയുടെ പങ്ക് എന്താണെന്ന് അറിയുന്നത്. നുണക്കഥകൾ പൊളിയുകയാണ്. ഇപ്പോൾ ഇവിടെ സത്യം വെളിപ്പെടുത്തുന്ന ചീഫ് സെക്രട്ടറിയാണ്. ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം വീതം ഉടൻ കോഴ നൽകണമെന്ന ഇടുക്കിയിലെ ബാർ മുതലാളി അനുമോൻ്റെ ശബ്ദ സന്ദേശം. ഇതാണ് വിവാദങ്ങളുടെയൊക്കെ തുടക്കം. അത് നുണയാണ് എന്നും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നും ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള B. സുനിൽകുമാർ വെളിപ്പെടുത്തിയോടുകൂടിയാണ് അനിമോൻ മലക്കം പറഞ്ഞത്. സുനിൽകുമാർ പറഞ്ഞതാണ് ശരിയെന്ന് സമ്മതിച്ച് അനിമോൻ കുമ്പസരിച്ചു. അപ്പോഴും ഈ ചീറ്റിപ്പോയ പടക്കത്തിന് തിരികൊളുത്തിയ സിസിലിയ ബിനോയ് എന്ന ബാർ മുതലാളി കാണാമറയത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഊമക്കത്ത് അയച്ചതുൾപ്പെടെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനകളാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒളിച്ചു നിന്നവരുടെ ലക്ഷ്യം സ്ഥലമായി. മാധ്യമങ്ങളും പ്രതിപക്ഷവും സംഭവം ഏറ്റുപിടിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെടുന്നു. എന്തായാലും എക്സൈസ് മന്ത്രി MP രാജേഷ് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് DGPക്ക് പരാതി നൽകി. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു. ഇപ്പോഴിതാ വിവാദങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്ന് പറയപ്പെടുന്നത്, ആ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ B. വേണു തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ, ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെ. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ലല്ലോ, ആ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മാർച്ച് 1 ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗം ചർച്ച ചെയ്തിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞതിൻ്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുകൂടി ഡോക്ടർ വേണു പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഭാവിയിൽ കൂടുതൽ ചർച്ചകൾക്കായിട്ട് വിവിധ മേഖലകളും വിഷയങ്ങളും ഈ യോഗത്തിൽ കണ്ടെത്തി എന്നുള്ളതും ശരിയാണ്. ഈ വിഷയങ്ങളുടെയൊക്കെ കൂട്ടത്തിലാണ് സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ 12 ദിവസം സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തിയത്. അങ്ങനെ സർക്കാരിൻ്റെ 12 ദിവസത്തെ വരുമാന സ്രോതസ് കൂടിയാണ് ഈ ഡ്രൈ ഡേയിലൂടെ നഷ്ടമാകുന്നത് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ 12 ദിവസം കൂടി ലഭിക്കുന്നുണ്ട് എങ്കിൽ എത്ര ലക്ഷത്തോളം രൂപ ഖജനാവിലേക്ക് എത്തും എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടായി എന്നുള്ളത് കൂടി സമ്മതിക്കുകയാണ് വേണു. ഡോക്ടർ വേണുവിൻ്റെ അഭിപ്രായത്തിൽ, അതായത് ചീഫ് സെക്രട്ടറി അഭിപ്രായത്തിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന കേരളത്തെ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾ, പുതിയ മാർഗങ്ങൾ, അതായത് മണി സോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഡ്രൈ ഡേ അടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത്. അത് ചില നിർദ്ദേശങ്ങളായിരുന്നുവെന്നും ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അത്തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നത് എന്നും അങ്ങനെ ചീഫ് സെക്രട്ടറി പറയുമ്പോൾ അത് വാതൊടാതെ വിഴുങ്ങാൻ മലയാളികൾ വെറും കിഴങ്ങന്മാരല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. മണ്ടന്മാരാക്കാനുള്ള ശ്രമം നടത്തിക്കൊള്ളൂ, കുഴപ്പമില്ല. സർക്കാർ കാണിക്കുന്നതും സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന എന്ത് തെണ്ടിത്തരവും ചെറ്റത്തരവും പറയരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പല പദ്ധതികളിലും അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരിക്കലൊരു ബാർക്കോഴ ഉണ്ടാവുകയും ആ ബാർക്കോഴയിലൂടെ ഒരു സർക്കാർ തന്നെ താഴെ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും അതേ നാണയത്തിൽ കാലം കാത്തുവച്ച കാവ്യനീതി പോലെ വീണ്ടും ഒരു ബാർക്കോഴ കൂടി വരുമ്പോൾ പിണറായി വിജയനും അത് അനുഭവിക്കുവാൻ യോഗ്യനാണ്. കാരണം നിങ്ങളിത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മിസ്റ്റർ പിണറായി. അതുകൊണ്ട് പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരിനെയും ഇങ്ങനെ വെള്ളപൂശി കാണിക്കുവാൻ ചീഫ് സെക്രട്ടറി നടത്തുന്ന ഈ വ്യായാമം, അധര വ്യായാമം ഒരിക്കലും നല്ലതല്ല എന്നുകൂടി പറയട്ടെ.
നിങ്ങളിങ്ങനെ വെള്ളപൂഴ്ചി കാണിച്ചുകൊള്ളൂ. കാരണം നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ. ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ സർക്കാർ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരവും കാണിക്കാതെ പോകാൻ, അല്ലെങ്കിൽ അതിനെ കാണാതെ പോകേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും IAS ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വെള്ളപൂശി അതിനെ വെളുപ്പിക്കുവാൻ ശ്രമിക്കരുത്. കാരണം ഈ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ എന്ന് പറയപ്പെടുന്നവരിൽ ഭൂരിഭാഗവും നിങ്ങളെ പറയുന്നവർ മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക, അന്തംഗമികളുമല്ല. അവർക്ക് ഇവിടുത്തെ നടക്കുന്ന അഴിമതികളിൽ എന്തെങ്കിലുമൊക്കെ അഴിമതി നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ബാർക്കോഴ വിവാദം എന്ന് പറയപ്പെടുന്നതും മുൻപ് സ്വപ്ന കൊണ്ടുവന്ന വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്നതുമൊക്കെ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ അല്ല എങ്കിൽ ഈ സ്വപ്ന പറയുന്നതും ഇന്നത്തെ ബാർക്കോഴ സംവിധാനങ്ങളുമൊന്നും തെറ്റാണ്, ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇടതുമുന്നണിയും സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും പറയുന്നത് എങ്കിൽ 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിലുണ്ടായിട്ടുള്ള സോളാർ സരിത സംവിധാനങ്ങളും അന്നത്തെ ബാർക്കോഴ അടക്കമുള്ള സംഭവങ്ങളും നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് എല്ലാ കാലത്തിലും എല്ലാവരും അഴിമതിക്കാർ തന്നെയാണ്. ഒരാളുടെ കയ്യിലും അത്തരത്തിൽ അഴിമതിയുടെ കറ പുരളാതിരുന്നിട്ടില്ല. അതിൽ ഉമ്മൻചാണ്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആരാണ് കേമൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പിണറായിയെ വെള്ളപൂശുവാനുള്ള ശ്രമം അവസാനിപ്പിക്കുക. ബാർക്കോഴ എന്നുള്ളത് വീണ്ടും പൊന്തി വരിക തന്നെ ചെയ്യും. പക്ഷേ അതിനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷം ഈ നാട്ടിൽ ഇല്ലാതായി പോയതാണ് ഗതികേട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.